You slept for 10 hours and wake up with migraine. ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 10-12 മണിക്കൂർ കിടന്നുറങ്ങിയിട്ടും എണീക്കുന്നത് തലവേദനയായിട്ടാണ് അല്ലെങ്കിൽ മൈഗ്രെയിൻ ആയിട്ടാണ്. പൊതുവെ പറയാറുണ്ട് ഉറക്കക്കുറവ് വരുമ്പോഴാണ് മൈഗ്രെയിൻ വരിക എന്നുള്ളത്. പക്ഷെ കൂടുതൽ സമയം ഉറങ്ങുമ്പോഴും ഇതേ മൈഗ്രെയിൻ അറ്റാക്സ് വരാറുണ്ട്. ഇതിന് 1-2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ കുറേ നേരം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഡിസ്ട്രപ്റ്റഡ് ആവുകയാണ്. അതുപോലെ തന്നെ ഈ ലോങ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഭയങ്കരമായി കുറയും. കാരണം നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 12 or 14 അവേഴ്സ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പം ബ്ലഡ് ഷുഗർ വേരിയേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലോങ് സ്ലീപ്പ് വരുമ്പോൾ ബോഡിയിൽ സെറോട്ടോണിന്റെ ലെവൽ കുറയാണ്. സെറോട്ടോണിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹാപ്പി ഹോർമോൺ ആണ്. ഇതിന്റെ ലെവലിലും വേരിയേഷൻസ് വരുന്നതെല്ലാം മൈഗ്രെയിനെ ട്രിഗർ ചെയ്യാറുണ്ട്. ഇതുപോലത്തെ കാറ്റഗറിയാണ് നമ്മൾ വീക്കെൻഡ് ഹെഡേക്ക് എന്ന് പറഞ്ഞ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വീക്കെൻഡ് ഹെഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ, അതായത് ഇപ്പോൾ സൺഡേസ് ഒക്കെ ലീവ് ഉള്ള ദിവസം ഒരുപാട് നേരം കിടന്നുറങ്ങിയതിന് ശേഷം മൈഗ്രെയിൻ വരിക എന്നുള്ളത്. ഇതിന് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ റെഗുലർ ആക്കുക എന്നുള്ളതാണ്. ലീവ് ഉള്ള ദിവസമാണെങ്കിലും അല്ലാത്ത ദിവസം കറക്റ്റ് ഒരു 6 to 8 hours or 9 hours കറക്റ്റ് ഉറങ്ങുക. അങ്ങനെ ഒരു ഹാബിറ്റ് നമ്മുടെ ബോഡിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു റുട്ടീനാണ് നമ്മളെപ്പോഴും മൈഗ്രെയിനിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുക.